ചത്തപ്പച്ച. അങ്ങനെ നമ്മുടെ ചത്തപ്പച്ച റിലീസായിരിക്കുകയാണ്. ഈ പേരിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു വെറൈറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം പടം കണ്ട് എന്തായാലും ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ചത്തപ്പച്ചയുടെ റിവ്യൂ അല്ല. എന്നാ മോനെ പടത്തിലൊരു ഐറ്റം ഉണ്ട്. നമ്മളെ മമ്മൂക്ക എന്തോ വേറെ ലെവല് സാധനം എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ഇത്രയും സ്റ്റൈലിഷായിട്ട് അപ്പം പറയാൻ വാക്കുകളില്ല. അതിനകത്ത് പുള്ളിയുടെ ഓരോ ഹെവി ഐറ്റം തന്നെയാണ് നമ്മുടെ വാൾട്ടർ എന്ന് പറയുന്ന മമ്മൂക്കയുടെ റോള്. എനിക്ക് തോന്നുന്നു 2026 ഈ ഒരു ജനുവരി മാസം മമ്മൂക്ക തൂക്കിയെന്ന് നമുക്ക് പറയാം. ഒരു ചെറിയൊരു ക്യാമിയായിട്ട് വന്നിട്ട് ഇമ്മാതിരി സാധനമാണ്. നമ്മുടെ വിക്രത്തിലൊക്കെ റോളക്സ് വന്നിട്ട് ആ ഒരു 2 മിനിറ്റ് ഇത് ചെയ്താൽ പിന്നെ ആ സിനിമ മൊത്തം പുള്ളിയുടെ അണ്ടറിലായി. അതുപോലെയാണ് ഈ ചത്തപ്പച്ച സിനിമയ്ക്കകത്ത് മമ്മൂക്ക വന്നു കഴിയുമ്പോഴത്തേന് പുള്ളിയുടെ അണ്ടറിലായി. ഇനിയിപ്പം പുള്ളിയുടെ പേരും പറഞ്ഞിട്ടായിരിക്കും ഈ സിനിമ ഓടാൻ പോകുന്നത്. കാരണം ആ ഒരു ക്യാരക്ടറൈസേഷൻ മോനെ വേറെ ലെവല് സാധനം തന്നെയാണ്. അപ്പം എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവി തന്നെയാണ് ചത്തപ്പച്ച. അപ്പം നമുക്കൊരു റെസ്ലിംഗ് ബേസ്ഡ് സ്റ്റോറിയാണ്. അപ്പം അതൊരു ന്യൂ സ്റ്റോറി അല്ല, ന്യൂ ഒരു കണ്ടൻറ്റാണ്, പ്യുവർ കണ്ടൻറ്റാണ്. അപ്പം എല്ലാം കൊണ്ടും അതിനകത്തെ കാസ്റ്റിംഗ് ആണെങ്കിലും അതിനകത്തെ ഓവറോൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ മോനെ വേറെ ലെവലെന്ന് പറയാം. പിന്നെ മുജീദാണ് നമ്മുടെ ഇതിൻ്റെ മ്യൂസിക് BGM ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഒരു മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ് ചത്തപ്പച്ച. അപ്പം എന്തായാലും എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ മമ്മൂക്ക പടം തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാം. വാൾട്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ വേറെ ലെവല് സാധനം തന്നെയാണ്. അപ്പം എന്തായാലും നമ്മൾ ഒത്തിരി സ്പോയിലർ ആക്കുന്നില്ല. അപ്പം ചിലർ ചോദിക്കും നീ അപ്പം എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആ കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ ആ ക്യാരക്ടറിനെ പറ്റി വേണ്ടി അങ്ങ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് ഒത്തിരി സ്പോയിലർ കാര്യങ്ങളൊന്നുമില്ല. പടം പോയി കാണുക, അത്രയും പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ആ ക്യാരക്ടർ മമ്മൂക്കയുടെ വേറെ ലെവല് സാധനമെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഒരു കിടിലം പടം തന്നെ, മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമ. അപ്പം എന്തായാലും പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ മമ്മൂക്ക തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം എന്തായാലും മമ്മൂക്കയുടെ കിട്ടിലെ ഒരു ഐറ്റം ക്യാരക്ടർ തന്നെയാണ്, കിട്ടിലെ സാധനം തന്നെയാണ്. നമുക്ക് ആ മമ്മൂക്ക ആ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഓളമാണ് നമുക്ക്. എന്തായാലും മെഗാസ്റ്റാറിൻ്റെ ഒരു കംബാക്ക് മൂമെൻറ്റ് എന്ന് നമുക്ക് പറയാം. എന്തായാലും കിട്ടില്ല പടം, മമ്മൂക്ക വേറെ ലെവൽ. അപ്പം മസ്റ്റ് തിയേറ്റർ വെച്ചാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കിട്ടില്ല പടം, കിട്ടില്ല ക്യാരക്ടറൈസേഷൻ, മൊത്തം വിഷയം. എന്തായാലും ഒരു കാര്യം പറയാമായിരുന്നു, ഈ ന്യൂ ഇയറിന് ഇത് തൂക്കി, ചത്തപ്പച്ച തൂക്കി എന്ന് തന്നെ പറയാം. നമ്മുടെ മലയാളം ബോക്സ് ഓഫീസിൻ്റെ അടിവേരിളക്കുന്ന സാധനം തന്നെയാണ്. എന്തായാലും അടിവേരിളക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എന്തായാലും മസ്റ്റ് തിയേറ്റർ വെച്ചാണ്. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. പടത്തെ വീഡിയോ കാണുന്നതിന് വരെ ബൈ.